വനിതാ മൈക്രോ ഫിനാൻസ് സംഘങ്ങൾ രൂപീകരിച്ച് വായ്പ നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് 2 പേർ അറസ്റ്റിൽ. ജില്ലയിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പുകളുടെ പേരിലായിരുന്നു തട്ടിപ്പ്. മുരുക്കുങ്ങൽ മുപ്പിളി റോഡിന്റെ ശനിദശയ്ക്ക് പരിഹാരമായില്ല. മലയോരത്തെ തോട്ടം തൊഴിലാളികളടക്കം ഒട്ടേറെ പേർ ആശ്രയിക്കുന്ന റോഡിന്റെ ദുരവസ്ഥയ്ക്ക് നേരെ അധികൃതർ കണ്ണടയ്ക്കുന്നതായി ആക്ഷേപം. കുന്നംകുളം നഗരസഭയിൽ കണ്ടീജന്റ് ജീവനക്കാരുടെ ശമ്പളം തടഞ്ഞുവെച്ചു. നഗരസഭാ സെക്രട്ടറിയുടെ നടപടിക്കെതിരെ പ്രതിപക്ഷം രംഗത്ത്. കേച്ചേരി ചൂണ്ടൽ ചിറപ്പുറപ്പ് തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിനെ കണ്ടെത്താനായില്ല. ഫയർഫോഴ്സും സ്കൂബ ടീമും ചൊവ്വാഴ്ചയും തിരച്ചിൽ തുടരും. പുത്തൂരിൽ പെട്രോൾ ബോംബെന്ന് സംശയിക്കുന്ന സാമഗ്രികൾ കണ്ടെത്തിയത് പരിഭ്രാന്തി പരത്തി. സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് BJP. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പ്രമുഖ ബിസിനസ് ഗ്രൂപ്പിന്റെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. വേലൂർ പോസ്റ്റ് ഓഫീസ് സെന്ററിന് സമീപം താമസിക്കുന്ന സുജയെന്ന് വിളിക്കുന്ന സുചിത്ര, പേരാമംഗലം സ്വദേശി പ്രശാന്ത് എന്നിവരെയാണ് എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ജില്ലയിൽ വനിതാ മൈക്രോ ഫിനാൻസ് സംഘങ്ങൾ രൂപീകരിച്ച് വായ്പ നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചാണ് ഇവർ ലക്ഷങ്ങൾ തട്ടിയെടുത്തത്. വിവിധ പ്രദേശങ്ങളിൽ നിന്നുമെത്തിയ വനിതകൾ തട്ടിപ്പ് സംഘത്തിനെതിരെ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയിരുന്നു. ബിസിനസ് ഗ്രൂപ്പിന്റെ പേരിൽ മൈക്രോ ഫിനാൻസ് സംഘങ്ങൾ രൂപീകരിച്ച് അംഗങ്ങൾക്ക് 1.5 ലക്ഷം രൂപ വീതം വായ്പ നൽകാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. രേഖകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് ഓരോ അംഗങ്ങളിൽ നിന്നും 5000 രൂപ വീതമാണ് ഇവർ തട്ടിയെടുത്തത്. ഇത്തരത്തിൽ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ സംഘങ്ങൾ രൂപീകരിച്ച് 200 പേരിൽ നിന്നും പണം തട്ടിയെടുത്തതായാണ് പരാതി. ഹിലാലൂര്, ചിറ്റണ്ട ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇവർ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നിട്ട് ആധാറിൻ്റെ കോപ്പി, ഇവരുടെ പാസ്ബുക്ക്, ചെക്ക്, നികുതി അടച്ചത്, ഫോട്ടോ, റവന്യൂ സ്റ്റാമ്പ്, പിന്നെ സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ടിട്ട് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് 5000 രൂപ വെച്ചിട്ട് ഇവർ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് 45 ദിവസത്തിനുള്ളിൽ ലോൺ തരാമെന്ന് പറഞ്ഞ വ്യക്തികൾ ഇപ്പോൾ ഇന്നലെയാണ് അവർ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ്. ഇന്നലെ 10 മണിക്കുള്ളിൽ നമുക്ക് ലോൺ തരാമെന്ന് പറഞ്ഞ് 6, 7, 8 മാസമായിട്ട് നിരന്തരം ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. മൈക്രോ ഫിനാൻസ് സംഘത്തിന്റെ ഫീൽഡ് മാനേജർമാരാണെന്ന് പരിചയപ്പെടുത്തിയാണ് സുജയും പ്രശാന്തും കഴിഞ്ഞ ഫെബ്രുവരിയിൽ സംഘാംഗങ്ങളിൽ നിന്നും പണം പിരിച്ചെടുത്തത്. രേഖകൾ തയ്യാറാക്കി 45 ദിവസത്തിനുള്ളിൽ പണം നൽകുമെന്നാണ് ഇവർ അറിയിച്ചിരുന്നത്. പറഞ്ഞ കാലാവധി കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും വായ്പാ തുക ആർക്കും ലഭിച്ചില്ല. തട്ടിപ്പിനെതിരെ സംഘാംഗങ്ങൾ പരാതി നൽകുമെന്നറിയിച്ചപ്പോൾ ഞായറാഴ്ച സുജയുടെ വേലൂരിലുള്ള വീട്ടിലെത്തിയാൽ പണം നൽകാമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ നിക്ഷേപകർ വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ വീട് പൂട്ടി സുജ ഇവിടെ നിന്ന് കടന്നുകളയുകയായിരുന്നു. വേലൂർ, കിരാലൂർ, വടക്കാഞ്ചേരി, ഊട്ടുപാറ, ചിറ്റണ്ട, മാറ്റാമ്പുറം എന്നിവിടങ്ങളിലെ വനിതാ സംഘങ്ങളാണ് ഇവരുടെ തട്ടിപ്പിനിരയായത്. TCV എരുമപ്പെട്ടി. മലയോരത്തെ തോട്ടം തൊഴിലാളികളടക്കം ഒട്ടേറെ പേർ ആശ്രയിക്കുന്ന മുരുക്കുങ്ങൽ മുപ്പിളി റോഡിന്റെ ശനിദശയ്ക്ക് പരിഹാരമായില്ല. റോഡിന്റെ ദുരവസ്ഥയ്ക്ക് നേരെ കണ്ണടയ്ക്കുകയാണ് അധികാരികൾ. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി, അന്നാംപാടം, മുരുക്കുങ്ങൽ, താളൂപ്പാടം, പള്ളിക്കുന്ന് പ്രദേശങ്ങളിൽ നിന്ന് ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലെ ചൊക്കന, കുണ്ടായി, പാലപ്പള്ളി എസ്റ്റേറ്റുകളിലേക്കുള്ള 100 കണക്കിന് തൊഴിലാളികൾ ആശ്രയിക്കുന്നതാണ് മുരുക്കുങ്ങൽ മുപ്പിളി റോഡ്. മറ്റത്തൂർ, വരന്തരപ്പള്ളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് കഴിഞ്ഞ 3 വർഷത്തോളമായി കുണ്ടും കുഴിയും നിറഞ്ഞു കിടക്കുകയാണ്. റോഡിന്റെ ശോച്യാവസ്ഥ കാരണം ഇതുവഴിയുള്ള ഏക സ്വകാര്യ ബസ് സർവീസ് നിർത്തിയിട്ട് മാസങ്ങളായി. താളൂപ്പാടത്ത് നിന്ന് മുപ്പിളി തേക്കുതോട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന കയറ്റത്ത് ടാറിങ് അടർന്ന് മെറ്റൽ ഇളകിക്കിടക്കുന്നതിനാൽ ഇരുചക്ര വാഹന യാത്രക്കാർ വീഴുന്നത് പതിവായിട്ടുണ്ട്. ഞാനും എൻ്റെ വൈഫും കൂടി യാത്ര ചെയ്തപ്പോൾ സ്കൂട്ടറിൽ നിന്ന് ഈ കട്ടറിൽ തെന്നി വീഴുകയും എൻ്റെ കാലിൻ്റെ മുട്ടുപൊട്ടുകയും വൈഫിൻ്റെ തലയിൽ 5 സ്റ്റിച്ച് ഇടുകയും ചെയ്തു. സ്കൂട്ടർ ഉപയോഗിക്കുന്ന പല സ്ത്രീകളും ഇവിടെ വന്ന് വീഴുകയും അതിലൊരു സ്ത്രീ ഇപ്പോൾ ഏറ്റു നടക്കാൻ പറ്റാതെ 3 മാസമായിട്ട് കിടപ്പിലാണ്. അതുകൊണ്ട് ഗവൺമെൻറ് തലത്തിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ റോഡും ഞങ്ങൾക്ക് എത്രയും വേഗം കട്ടറുകൾ അടച്ച് എങ്കിലും തരണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുക. സ്ത്രീകളടക്കമുള്ള ടാപ്പിംഗ് തൊഴിലാളികൾ പുലർച്ചെ 4:30 മുതൽ ഇതുവഴി ജോലിക്ക് പോകുന്നുണ്ട്. പലരും ഇരുചക്ര വാഹനങ്ങളിലാണ് യാത്ര. റോഡിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. TCV കൊടകര. കുന്നംകുളം നഗരസഭയിൽ കണ്ടീജന്റ് ജീവനക്കാരുടെ ശമ്പളം തടഞ്ഞുവെച്ചു. നഗരസഭാ സെക്രട്ടറി രാഷ്ട്രീയ നിറം നോക്കിയാണ് നടപടിയെടുക്കുന്നതെന്ന് പ്രതിപക്ഷ ആരോപണം. സെക്രട്ടറിക്കെതിരെ പരാതിയുമായി കുന്നംകുളത്തെ വിമത കോൺഗ്രസ് അംഗങ്ങൾ രംഗത്തെത്തി. പ്രതിമാസം 25 പ്രവൃത്തിദിനങ്ങൾ തികച്ചില്ലെന്ന കാരണം കാട്ടി കണ്ടീജന്റ് ജീവനക്കാരായ ജിബിൻ, ബേബി എന്നിവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ മാലിന്യം നീക്കം ചെയ്യുന്നതിനിടയിൽ തലകറങ്ങി വീണതിനെ തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെന്ന രേഖകൾ ഹാജരാക്കുകയും വിമതപക്ഷം പ്രതിഷേധം നടത്തുകയും ചെയ്തതോടെയാണ് ഇവരെ തിരിച്ചെടുത്തത്. എന്നാൽ ഇരുവരുടെയും ശമ്പളം തടഞ്ഞുവെക്കുകയായിരുന്നു. 19 ദിവസം മാത്രമാണ് ഇവർ ജോലി ചെയ്തിട്ടുള്ളൂ എന്നതാണ് ശമ്പളം തടയാൻ കാരണമായി സെക്രട്ടറി പറയുന്നത്. എന്നാൽ മാലിന്യം നീക്കം ചെയ്ത് നഗരം ശുചീകരിക്കുന്ന ഇവർക്ക് മഴക്കാലമായതോടെ അസുഖ സാധ്യത കൂടുതലാണെന്നതാണ് പ്രവൃത്തി ദിനങ്ങൾ കുറയാൻ കാരണമെന്ന് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷാജി ആലിക്കൽ പറയുന്നു. കുന്നംകുളത്തിന്റെ മാലിന്യം മുഴുവൻ
കോരി വൃത്തിയാക്കുന്ന പാവപ്പെട്ട വീടുകളിലെ കണ്ടിജന്റ് ജീവനക്കാരെ, ഇത് മഴക്കാലമാണ്. ഈ മഴക്കാലത്ത് പല വീടുകളിലും കണ്ടിജന്റ് ജീവനക്കാരുടെ പല വീടുകളിലും ദുരിതമാണ്. ഇത്രയും സമയത്താണ് ഇത്രയും ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന സെക്രട്ടറി ഈ പാവപ്പെട്ട കണ്ടിജന്റ് ജീവനക്കാരുടെ വികാരം മനസ്സിലാക്കാതെ, അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ അവരുടെ ശമ്പളം തടവിച്ചിരിക്കുന്നത്. തീർച്ചയായും അതൊരു നഗരസഭയ്ക്ക് ഭൂഷണമല്ല. ഇത്തരത്തിലുള്ളവർക്ക് ചികിത്സാ സഹായം നൽകുന്നതിനു പകരം കൂലി തടഞ്ഞു വെക്കുന്നത് മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ്. ഇരുവരും കോൺഗ്രസ് ആഭിമുഖ്യമുള്ള യൂണിയൻ പ്രതിനിധികളാണെന്നതാണ് ഇത്തരം നടപടിയെടുക്കുന്നതെന്നും ഇവർ ആരോപിക്കുന്നു. സാധാരണക്കാരെ ദുരിതപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. TCV ന്യൂസ്, കുന്നംകുളം. കച്ചേരി ചൂണ്ടൽ ചിറപ്പറമ്പ് തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിനു വേണ്ടി തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. ചൂണ്ടൽകുന്ന് മേലൂട്ട് വീട്ടിൽ രമണന്റെ മകൻ രാഹുലിനു വേണ്ടി തിങ്കളാഴ്ച മുഴുവൻ തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. കനത്ത മഴയും വെളിച്ചക്കുറവും മൂലമാണ് തിരച്ചിൽ നിർത്തിയത്. ഞായറാഴ്ച വൈകിട്ട് കൂട്ടുകാർക്കൊപ്പം തോടിന് സമീപത്തെത്തിയ രാഹുൽ പാലത്തിന്റെ കൈവരിയിൽ ഇരിക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് തോട്ടിലേക്ക് വീഴുകയായിരുന്നു. അർബുദം ബാധിച്ചതിനെ തുടർന്ന് രാഹുലിന്റെ ഒരു കാൽ മുറിച്ചു മാറ്റിയിരുന്നു. കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾ തോട്ടിലേക്ക് ചാടിയെങ്കിലും ശക്തമായ അടിയൊഴുക്കുള്ളതിനാൽ രക്ഷാപ്രവർത്തനം സാധ്യമായില്ല. തൃശൂരിൽ നിന്നുള്ള ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമും കുന്നംകുളം ഫയർഫോഴ്സും ചേർന്നാണ് തിരച്ചിൽ നടത്തിയത്. പൂവത്തൂർ സെന്റ് തോമസ് റോഡിന് സമീപത്ത് പെട്രോൾ ബോംബെന്ന് സംശയിക്കുന്ന രീതിയിൽ 2 കുപ്പികൾ കണ്ടെത്തിയത് നാട്ടുകാരിൽ പരിഭ്രാന്തി പരത്തി. മനപ്പടിക്ക് സമീപം റോഡരികിലെ മതിലിൽ ചാരിവെച്ച നിലയിലാണ് തിരിയിട്ട വലിയ കുപ്പികൾ കണ്ടെത്തിയത്. കുപ്പിയിൽ പെട്രോൾ പോലെയുള്ള ദ്രാവകം നിറച്ച് പുറത്തേക്ക് തിരിയിട്ട നിലയിലായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പാവറട്ടി പോലീസ് സ്ഥലത്തെത്തി 2 കുപ്പികളും കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഉന്നത പോലീസ് അധികാരികളും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തിയിരുന്നു. പൊതുസ്ഥലത്ത് ആശങ്ക പരത്തുന്ന വിധത്തിൽ കുപ്പികൾ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ ഇതേക്കുറിച്ച് എന്തെങ്കിലും വ്യക്തമായി പറയാൻ കഴിയൂ എന്ന് പോലീസ് വ്യക്തമാക്കി. പാവറട്ടിയിൽ പെട്രോൾ ബോംബ് കണ്ടെത്തിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് BJP ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. സംഭവത്തിന് പിന്നിൽ തീവ്രവാദ പ്രവർത്തനങ്ങളാണോ എന്ന് സംശയിക്കുന്നതായും BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ് ആരോപിച്ചു. ജില്ലയുടെ തീരമേഖല കേന്ദ്രീകരിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ സജീവമാണെന്നും തെളിവ് സഹിതം ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടും പോലീസ് വിഷയത്തെ നിസ്സാരവൽക്കരിക്കുകയാണെന്നും നാഗേഷ് ആരോപിച്ചു. SDPI നാൾക്കുനാൾ ശക്തി ആർജിച്ചു വരികയാണ്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് CPM പ്രോത്സാഹനം നൽകുകയാണെന്നും BJP കുറ്റപ്പെടുത്തി. പെട്രോൾ ബോംബിന്റെ ഉറവിടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി അത് കണ്ടെത്തണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. തീരദേശ മേഖലയിൽ നിരവധി കൊലപാതകങ്ങൾ ഇങ്ങനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. SDPI പോലുള്ള സംഘടനകൾ ശക്തി പ്രാപിച്ച് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കോപ്പുകൂട്ടുന്നതായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി സംശയിക്കുന്നത്. ഗുരുവായൂർ നെന്മിനിയിൽ നടുറോഡിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചു. ഗതാഗതം തടസ്സപ്പെട്ടതോടെ നഗരസഭ ആരോഗ്യ വിഭാഗം മാലിന്യം നീക്കം ചെയ്തു. അവശിഷ്ടങ്ങൾ ചീഞ്ഞു നാറിയ അവസ്ഥയിലായിരുന്നു ഇവിടെ. രാത്രി ടിപ്പർ ലോറിയിലെത്തിച്ചാണ് മാലിന്യം തള്ളിയിട്ടുള്ളതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പരിസരത്ത് രൂക്ഷഗന്ധമായിരുന്നു അനുഭവപ്പെട്ടത്. നഗരസഭാ പ്രദേശത്ത് നിരോധിച്ച പേപ്പർ ഗ്ലാസ്, പ്ലേറ്റ് തുടങ്ങിയവയും പ്ലാസ്റ്റിക് കുപ്പികളും കൂട്ടത്തിലുണ്ട്. തിങ്കളാഴ്ച രാവിലെയാണ് നെന്മിനി കേനേടത്ത് റോഡിൽ മാലിന്യം കണ്ടെത്തിയത്. വാർഡ് കൗൺസിലർ ജോയ് ചെറിയാൻ വിവരമറിയിച്ചതനുസരിച്ച് ഹെൽത്ത് സൂപ്പർവൈസർ MM ഗോപാലൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ K. സുജിത്ത് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം കുന്നംകുളം ടൗൺ ഹാളിൽ നടന്ന ഐസ് ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷൻ സമ്മേളനത്തിന്റെ രേഖകൾ പരിശോധനയിൽ കണ്ടെത്തി. ഇത് പ്രകാരം സമ്മേളനത്തിന് ടൗൺ ഹാൾ ബുക്ക് ചെയ്ത പെരുമ്പിലാവ് സ്വദേശിയുടെ വിലാസത്തിൽ നഗരസഭാ സെക്രട്ടറി നോട്ടീസ് അയച്ചു. പകൽ സമയത്ത് പോലും ആൾസഞ്ചാരം കുറഞ്ഞ ഈ റോഡിൽ മാലിന്യം തള്ളുന്നത് പതിവാണ്. കഴിഞ്ഞ വർഷം 20 ചാക്ക് കോഴി മാലിന്യം ഇവിടെ തള്ളിയിരുന്നു. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ഗുരുവായൂർ. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തയിലേക്ക്. ചാലക്കുടി പിള്ളപ്പാറയിൽ പുലി ഇറങ്ങിയതായ അഭ്യൂഹം. വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. 2 ദിവസത്തിനകം പരിസരത്ത് കെണിക്കൂട് സ്ഥാപിക്കാൻ തീരുമാനമായി. ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച പകലുമാണ് നാട്ടുകാർ പുലിയെ കണ്ടത്. മരണവീട്ടിൽ നിന്നിരുന്ന ഒരാളാണ് സമീപത്തെ കാട്ടിലേക്ക് പുലി ഓടിപ്പോകുന്നത് കണ്ടത്. വിവരമറിഞ്ഞ പരിയാരം റേഞ്ച് ഓഫീസർ B. അശോക് രാജിന്റെ നേതൃത്വത്തിലാണ് വനപാലകർ പരിശോധന നടത്തിയത്. മഴ തുടരുന്നതിനാൽ പുലിയുടെ കാൽപ്പാടുകൾ കാണാനായില്ല. 1 വർഷം മുൻപാണ് ഈ ഭാഗത്ത് പുള്ളിപ്പുലി കുടുക്കിൽ വീണത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കെണി സ്ഥാപിക്കുന്നതെന്ന് റേഞ്ച് ഓഫീസർ പറഞ്ഞു.
എളവള്ളിയിൽ കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിന്റെ കരകളിൽ നിന്നും അനധികൃതമായി മുളകൾ മുറിച്ചു കടത്തിയതായി പരാതി. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ടാണ് മിനി ലോറികളിൽ മുള മുറിച്ചു കടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം എളവള്ളിയിലെ വലിയ തോടിന് മരണമണി മുഴങ്ങുന്നു എന്ന വാർത്ത TCV സംപ്രേഷണം ചെയ്തിരുന്നു. കുളവാഴിയും ചണ്ടിയും നിറഞ്ഞും മുളങ്കാടുകളും പാഴ്മരങ്ങളും വീണ് ഒഴുക്ക് തടസ്സപ്പെട്ടും കയ്യേറ്റങ്ങൾ മൂലവും വലിയ തോട് നശിക്കുന്നതിനെതിരെ പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കാത്തത് ചൂണ്ടിക്കാട്ടിയായിരുന്നു വാർത്ത. ഇതിനിടെയാണ് വലിയ തോടിന്റെ കരയിൽ നിന്നും പകൽ സമയത്ത് മുളകൾ മുറിച്ചുകൊണ്ടുപോയിട്ടുള്ളത്. മുളകൾ മുറിച്ചുകൊണ്ടുപോയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് എളവള്ളി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി ആവശ്യപ്പെട്ടു. കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിൻ്റെ ഇരുവശങ്ങളിലുമായി നിൽക്കുന്ന അനേകം മുളങ്കൂടുകൾ, അതിലത്തെ മുളകൾ മുഴുവൻ തന്നെ മുറിച്ചു മാറ്റിയിട്ട് ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. 5ഓളം ലോഡ് ഇവിടുന്ന് പോയി. അതുകൊണ്ട് 1000ഓളം മുളകൾ പോയി എന്നുള്ളതാണ് പരിസരവാസികൾ പറയുന്നത്. പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിന് ഇതിനെക്കുറിച്ചിട്ട് ഒന്നും അറിയില്ല. മുറിച്ചു കൊണ്ടുപോയ വ്യക്തി അവിടെയുള്ള നാട്ടുകാരോട് പറഞ്ഞത് പഞ്ചായത്തിൽ പൈസ അടച്ചിട്ട് ആണ് ഇത് കൊണ്ടുവന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. SFI നേതാവ് അഭിമന്യുവിന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ എരുമപ്പെട്ടി മേഖലയിലെ SDPI പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തി. 5 പേരെ പോലീസ് കരുതൽ അറസ്റ്റ് നടത്തി ജാമ്യത്തിൽ വിട്ടു. SDPI കടങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറി പന്നിത്തടം സ്വദേശി ഷെഫീഖ്, പോപ്പുലർ ഫ്രണ്ട് കുന്നംകുളം ഡിവിഷൻ സെക്രട്ടറി ചിറമനേങ്ങാട് സ്വദേശി തൗഫീഖ്, SDPI കടങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറി കടങ്ങോട് സ്വദേശി ഷെഫീഖ്, മനപ്പടി സ്വദേശികളായ ഇബ്രാഹിംകുട്ടി, മുത്തു എന്ന് വിളിക്കുന്ന മൊയ്തീൻ എന്നിവരെയാണ് SI സുബിന്ദ് അറസ്റ്റ് ചെയ്തത്. പാവറട്ടിയിൽ ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. മുല്ലശ്ശേരി സ്വദേശികളായ കറുപ്പം വീട്ടിൽ അഹ്ന ഇക്ബാൽ, മുല്ലശ്ശേരി വീട്ടിൽ വിശ്വലക്ഷ്മി എന്നിവർക്കാണ് പരിക്കേറ്റത്. രാവിലെ പാവറട്ടി മനപ്പടിക്ക് സമീപം വെച്ചാണ് അപകടം. പരിക്കേറ്റ 2 കുട്ടികളെയും പാവറട്ടി സാന്റ് ജോസ് ആശുപത്രിയിലും പിന്നീട് അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വടാനപ്പള്ളി ഗണേശമംഗലത്ത് കൂറ്റൻ മരം ഒടിഞ്ഞു വീണ് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഗണേശമംഗലം ജുമാ മസ്ജിദിന് മുമ്പിലായിരുന്നു അപകടം. ദേശീയപാതയ്ക്ക് സമീപമുള്ള കാറ്റാടി മരത്തിന്റെ കൂറ്റൻ കൊമ്പാണ് കാറ്റിൽ ഒടിഞ്ഞു വീണത്. സമീപത്തെ വൈദ്യുതി കമ്പികൾക്ക് മുകളിലൂടെയാണ് മരക്കൊമ്പ് വീണത്. വിവരമറിഞ്ഞ് KCB ജീവനക്കാർ വൈദ്യുതി ബന്ധം ഉടൻ വിച്ഛേദിച്ചു. ദേശീയപാതയ്ക്ക് കുറുകെ വീണതിനാൽ ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ കഴിയാതെയായി. ഇതോടെ 2 കിലോമീറ്ററോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. വാടാനപ്പള്ളി പോലീസും നാട്ടിക ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗവും നാട്ടുകാരുടെ സഹായത്തോടെ മരക്കൊമ്പ് മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കുന്നംകുളം നഗരസഭ ഓഫീസിനകത്ത് കുടുംബശ്രീയുടെ പേരിൽ ആരംഭിച്ച നാനോ മാർക്കറ്റിൽ വിൽപ്പന പൂർണ്ണമായും അനധികൃതമായി. ഭക്ഷണപദാർത്ഥങ്ങൾ പാക്ക് ചെയ്ത് വിൽപ്പന നടത്തുന്നത് MRPയോ നിർമ്മാണ ഉപയോഗ തീയതിയോ ഇല്ലാതെ. ഫുഡ് സേഫ്റ്റി ലൈസൻസും ഉൽപ്പന്നങ്ങൾക്ക് ഇല്ല. നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം ഉൽപ്പന്നങ്ങൾ കർശന പരിശോധന നടത്തുന്ന ആരോഗ്യ വിഭാഗം ഓഫീസിന് മുന്നിലായി നഗരസഭ കെട്ടിടത്തിനകത്താണ് കുടുംബശ്രീയുടെ വിൽപ്പനാ കേന്ദ്രം തുടങ്ങിയിരിക്കുന്നത്. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ എന്ന പേരിൽ പൊതുമാർക്കറ്റിനേക്കാൾ ഇരട്ടി വിലയാണ് സാധനങ്ങൾക്ക്. 1 കിലോ മാങ്ങ അച്ചാറിന് വില 300 രൂപ. 200 ഗ്രാം അച്ചാർ പാക്കറ്റിന് പുറത്ത് പേന കൊണ്ടാണ് 60 എന്ന് വിലയിട്ടിരിക്കുന്നത്. നിർമ്മാണ തീയതിയോ എക്സ്പയറിയോ ഇല്ല. ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ 2 വർഷം വരെ കേടുകൂടാതെ ഇരിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഉൽപ്പന്നങ്ങളെല്ലാം കുടിൽ വ്യവസായം തന്നെ. എന്നാൽ ഉൽപാദകരുടെ വിലാസമൊന്നും പാക്കറ്റിലില്ല. ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഇല്ലാതെ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനോ വിൽപ്പന നടത്താനോ പാടില്ലെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ഇത്തരം നയങ്ങൾ തെറ്റിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യുന്ന അതേ നഗരസഭ തന്നെയാണ് ഇത്തരം അന്യായമായ വിപണന രീതി ഭരണശിലാ കേന്ദ്രത്തിൽ തന്നെ ഒരുക്കിവെച്ചിരിക്കുന്നത്. TCV ന്യൂസ് കുന്നംകുളം. മദ്യപിച്ച് വാഹനം ഓടിച്ചയാളെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ആനാപ്പുഴ പ്ലാക്കാപ്പറമ്പിൽ ശിവദാസിനെയാണ് SI വിനോദ് കുമാർ അറസ്റ്റ് ചെയ്തത്. ആനാപ്പുഴയിൽ സ്കൂൾ വാഹനങ്ങൾ പരിശോധിക്കുന്നതിനിടയിലാണ് വിദ്യാർത്ഥികളുമായി വന്ന ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ പിടിയിലാകുന്നത്. കുന്നംകുളം പെരുമ്പിലാവിൽ 3 കടകൾ കുത്തി തുറന്ന് മോഷണം. അൻസാർ സ്കൂളിന് മുൻപിലുള്ള ചൂണ്ടാലത്തെ റെസ്റ്റോറന്റ്, ശ്രീനി ബേക്കറി, ശ്രുതി ടൈലറിംഗ് ഷോപ്പ് എന്നിവിടങ്ങളാണ് മോഷണം നടന്നത്. ഞായറാഴ്ച രാത്രിയാണ് സംഭവം. വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സമീപകാലത്തായ പ്രദേശങ്ങളിൽ മോഷ്ടാക്കളുടെ ശല്യം വർദ്ധിച്ചതായി നാട്ടുകാർ പറഞ്ഞു. അടുത്തിടെയാണ് അൻസാർ ആശുപത്രി ഭക്ഷണശാലയിൽ മോഷണം നടന്നത്. അശാസ്ത്രീയമായ കാന നിർമ്മാണം മൂലം പൂവത്തൂർ സെന്ററിലും പരിസരത്തും കനത്ത വെള്ളക്കെട്ട്. പൂവത്തൂർ കാടാംതോട് റോഡ് പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി പുതിയതായി നിർമ്മിച്ച കോൺക്രീറ്റ് കാനകളാണ് വെള്ളക്കെട്ടിന് ഇടയാക്കുന്നത്. കാനകളുടെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം മഴവെള്ളം കാനയിലേക്ക് എത്തുന്നില്ല. റോഡിനോട് ചേർന്ന് ഒരു വശത്തുണ്ടായിരുന്ന കാന അടച്ച്
ഫുട്പാത്ത് കോൺക്രീറ്റ് ഇട്ട് ഉയർത്തിയതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയതെന്ന് നാട്ടുകാരും വ്യാപാരികളും പറയുന്നു. ഇവിടെ നടന്നുവരുന്ന കോളേജിനും മദ്രസയ്ക്കും അതുപോലെ തുടങ്ങിയ എല്ലാ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങൾക്കും പ്രത്യേകിച്ച് പൂവത്തൂർ പോസ്റ്റ് ഓഫീസിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് ഒരുപാട് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. കാലങ്ങളായിട്ട് ഇവിടെ നിന്ന് ഒഴുകിപ്പോയിരുന്ന വെള്ളം റോഡരികിലൂടെ ആർക്കും തടസ്സമില്ലാത്ത വിധത്തിൽ ഒഴുകിയിരുന്ന അവസ്ഥയിൽ കാനയൊക്കെ തൂത്ത് വളരെ അശാസ്ത്രീയമായിട്ട് റോഡരികിലെ കോൺക്രീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഉയർത്തിക്കെട്ടിയിരിക്കുകയാണ്. എരുമപ്പെട്ടി തയ്യൂരിൽ അമിത വേഗത്തിലെത്തിയ ടിപ്പർ ലോറി ഇടിച്ച് വീട്ടുമതിൽ തകർന്നു. പുത്തൂർ പൊറിഞ്ചു ഭാര്യ ലിസിയുടെ വീട്ടുമതിലാണ് തകർന്നത്. ഇടിയുടെ ആഘാതത്തിൽ മതിലും ഗേറ്റും മുറ്റത്തേക്ക് തെറിച്ചു വീണു. തലനാരിഴയ്ക്കാണ് ദുരന്തമൊഴിവായത്. പ്രദേശത്ത് പുലർച്ചെയുള്ള ടിപ്പർ ലോറികളുടെ അമിത വേഗത്തിലുള്ള സഞ്ചാരം നാട്ടുകാർക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയാണെന്ന് ആരോപണം. പഴയന്നൂർ പ്രിയദർശിനി ബഡ്സ് റീഹാബിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾ പരിസ്ഥിതി സൗഹാർദ്ദ പേനകൾ നിർമ്മിച്ച് മാതൃകയാകുന്നു. വൈകല്യങ്ങളെ തോൽപ്പിക്കുന്ന തരത്തിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. സ്വന്തമായി പേപ്പർ പേനയും ഡിഷ് വാഷ് ലിക്വിഡുകളും നിർമ്മിച്ച് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുകയാണ് ഇവർ. മഷിയുള്ള ട്യൂബുകൾക്ക് ചുറ്റും കട്ടിയുള്ള പേപ്പറുകൾ ആവരണം ചെയ്താണ് പേനകൾ നിർമ്മിക്കുന്നത്. ഒരു വരുമാന മാർഗം എന്നതിലുപരി ഒരു പ്രകൃതി സംരക്ഷണ മാർഗം കൂടിയായിട്ടാണ് ഇവർ ഈ പ്രവൃത്തികളെ കാണുന്നത്. പേപ്പർ പേന നിർമ്മിക്കുമ്പോൾ അതിൽ ഒരു സസ്യത്തിന്റെ വിത്തുകൂടി ചേർത്താണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യം കഴിഞ്ഞ് ആ പേന വലിച്ചെറിയുമ്പോൾ അതിലെ വിത്ത് മണ്ണിൽ കിടന്ന് മുളയ്ക്കും. രക്ഷിതാക്കളും പഞ്ചായത്ത് അധികാരികളും പ്രോത്സാഹനവുമായി ഇവർക്കൊപ്പമുണ്ട്. അധ്യാപിക ദിവ്യയെ കൂടാതെ ഇവരെ സഹായിക്കാൻ സുനിത, ശാരദ എന്നീ 2 ജീവനക്കാർ കൂടിയുണ്ട്. 40 കുട്ടികളുണ്ട്. കാലത്ത് 7:30 ഓരോ കുട്ടികളെ കൊണ്ടുവരണം. നമ്മൾ വീട്ടിൽ പോയി കൊണ്ടുവരണം. ഇനി കുട്ടികൾക്ക് ചെറിയതായിട്ട് ഒരു തൊഴിൽ പരിശീലനം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പേന ഉണ്ടാക്കുന്നത്. പേന മാത്രമല്ല, ഫിനോയിൽ, ഡിഷ് വാഷ്, ഹാൻഡ് വാഷ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചീര, പയർ, മുളക് എന്നിവയുടെ കൃഷിത്തോട്ടവും സജ്ജമാക്കിയിട്ടുണ്ട്. അവശതകൾ മറന്ന് ജീവിതത്തോട് പോരാടുന്ന ഈ വിദ്യാർത്ഥികൾ. TCV ചേലക്കര. എരുമപ്പെട്ടി തയ്യൂർ റോഡിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്തു. തയ്യൂർ സ്വദേശി ഗിരിജന്റെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. സ്റ്റിയറിംഗ് വീലിൽ കാറിനുള്ളിലെ കേബിൾ കുരുങ്ങിയതാണ് അപകടത്തിന് കാരണം. ഇലക്ട്രിക് പോസ്റ്റ് റോഡിൽ തകർന്നു വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മനക്കൊടിയിൽ മോഷ്ടിച്ച ബൈക്ക് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. മനക്കൊടി മാഞ്ഞാലിപ്പറമ്പിൽ വിഷ്ണുവിന്റെ ബൈക്കാണ് മോഷണം പോയത്. മനക്കൊടി പുള്ള് ഭാഗത്ത് പ്രഭാത സവാരിക്ക് ഇറങ്ങിയവരാണ് ബൈക്ക് പാതയോരത്ത് കിടക്കുന്നത് കണ്ടത്. റോഡിന് ഇരുവശവും വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ ബൈക്ക് യാത്രക്കാരൻ വെള്ളത്തിലുണ്ടെന്ന നിഗമനത്തിൽ പൊതുപ്രവർത്തകനായ ആന്റണിയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തി. പിന്നീടാണ് ബൈക്ക് വിഷ്ണുവിന്റേതാണെന്നും മോഷണം പോയതാണെന്നും തിരിച്ചറിഞ്ഞത്. പെട്രോൾ കഴിഞ്ഞതിനെ തുടർന്ന് ബൈക്ക് ഉപേക്ഷിച്ചതാകാമെന്നാണ് നിഗമനം. അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. ഇടവേള. വാർത്തയിലേക്ക്. തളിക്കൊറ്റുപുറത്ത് അടയ്ക്ക മോഷണം പോയതായി പരാതി. കിഴക്കേതിൽ സലാമിന്റെ 19 ചാക്ക് അടയ്ക്കയാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. പിതൃ സഹോദരൻ അബുവിന്റെ വീടിനോട് ചേർന്നുള്ള സ്റ്റോർ റൂമിലാണ് അടയ്ക്ക സൂക്ഷിച്ചിരുന്നത്. ഏകദേശം 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. മുറ്റിച്ചൂർ കരിക്കൊടി കയർ വ്യവസായ സഹകരണ സംഘത്തിൽ 2 മാസമായി നടന്നുവരുന്ന വൈക്കം കയർ പരിശീലനത്തിന്റെ ഭാഗമായി സംരംഭകത്വ വ്യവസായ വികസന പരിപാടി സംഘടിപ്പിച്ചു. കയറും അനുബന്ധ വ്യവസായങ്ങളും ആരംഭിക്കാൻ താൽപര്യമുള്ളവരെ ലക്ഷ്യം വെച്ചായിരുന്നു ക്ലാസ്. ചകിരിച്ചോറ്, ജൈവവളം, നവീന രീതിയിലുള്ള മൊബൈൽ തൊണ്ടുതല്ലൽ യന്ത്രം, ചകിരി ഉൽപാദനത്തിനായി മലിനീകരണരഹിതമായ നവീന രീതി എന്നിവയെക്കുറിച്ച് ക്ലാസ് നടത്തി. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ശ്രീവത്സൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ കയർ ബോർഡ് ഓഫീസർ ഇൻചാർജ് K രാധാകൃഷ്ണൻ അധ്യക്ഷനായി. കലവൂർ കയർ ബോർഡ് റീജിയണൽ ഓഫീസർ V സുധീർ മുഖ്യപ്രഭാഷണം നടത്തി. KK ബാബു, TS ചന്ദ്രൻ, CR സോജൻ, RR കനകാംബരൻ, VS എബി എന്നിവർ പങ്കെടുത്തു. മൈസൂരിൽ നിന്ന് പഞ്ചസാരയുമായി വന്ന ലോറി ദേശീയപാതയിൽ ഉപേക്ഷിച്ച് പണവുമായി മുങ്ങിയ ഡ്രൈവറെയും സഹായിയെയും മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ലോറി ഡ്രൈവർ പാലക്കാട് സ്വദേശി മോഹനൻ, സഹായി സുഭാഷ് എന്നിവരെയാണ് മണ്ണുത്തി SI രതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ആമ്പലൂർ സ്വദേശിയായ ലോറി ഉടമ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. 20,000 രൂപയുമായാണ് പ്രതികൾ മുങ്ങിയത്. പഴയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നബാർഡിന്റെ ധനസഹായത്തോടെ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു.
ഹൈടെക് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് നിർവഹിച്ചു. UR പ്രദീപ് MLA അധ്യക്ഷനായിരുന്നു. പരിപാടിയിൽ PK ബിജു MP, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ, ജില്ലാ പഞ്ചായത്ത് അംഗം E വേണുഗോപാല മേനോൻ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M പത്മകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പുരസ്കാരം BJP വനിതാ നേതാവിന്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഏരിയ കൺവെൻഷന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ മികച്ച ആശാപ്രവർത്തകയ്ക്കുള്ള പുഷ്പ ശ്രീനിവാസൻ സ്മാരക പുരസ്കാരമാണ് മഹിളാ മോർച്ച ജില്ലാ സെക്രട്ടറി പ്രസന്ന പ്രകാശിന് നൽകിയത്. ടൗൺഹാളിൽ നടന്ന കൺവെൻഷനിൽ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം KV നഫീസ പുരസ്കാരം സമ്മാനിച്ചു. BJPയുടെ സജീവ പ്രവർത്തകയായ പ്രസന്ന പ്രകാശൻ 2 വട്ടം കൊടുങ്ങല്ലൂർ നഗരസഭ കൌൺസിലറായിട്ടുണ്ട്. കിസാൻ സഭയുടെ നേതൃത്വത്തിൽ പൊയ്യ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഗെയിൽ പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതിക്കായി സ്ഥലം വിട്ടുനൽകിയവർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മാർച്ച്. തുടർന്ന് നടന്ന ധർണ കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. PK അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ജോർജി ജോർജ്, AA ഹക്കീം, UK ദിനേശൻ എന്നിവർ സംസാരിച്ചു. ആമ്പലൂർ വെണ്ടൂരിൽ അയൽവാസിയുടെ സ്കൂട്ടർ മോഷ്ടിച്ചയാൾ അറസ്റ്റിൽ. വെണ്ടൂർ മേലേപുത്തൂർ ആഞ്ചലിനാണ് പുതുക്കാട് പോലീസിന്റെ പിടിയിലായത്. ഇയാളുടെ അയൽക്കാരനായ പള്ളത്ത് സണ്ണിയുടെ ആക്ടീവ സ്കൂട്ടർ മോഷ്ടിച്ചു എന്നാണ് പരാതി. പ്രതി മോഷ്ടിച്ച സ്കൂട്ടറിൽ മരത്താകര, തൃശൂർ എന്നിവിടങ്ങളിൽ കറങ്ങി നടക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. സ്കൂട്ടർ തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. DYFI കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിൽ ജ്വാല എന്ന പേരിൽ ട്രാൻസ്ജെൻഡർ വിഭാഗം രൂപീകരിച്ചു. DYFI ജില്ലാ കമ്മിറ്റി അംഗം KV വിവിധ് രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഷഫ്ന അധ്യക്ഷത വഹിച്ചു. DYFI ബ്ലോക്ക് പ്രസിഡന്റ് ബിബിൻ P. ദാസ്, സെക്രട്ടറി PH നിയാസ്, മൃദുല ഗിരീഷ് എന്നിവർ സംസാരിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ അജ്ഞാതനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ഏകദേശം 50 വയസ്സ് പ്രായം തോന്നിക്ക്. മൃതദേഹം തൃശൂർ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. വരവൂർ സ്കൂളിൽ നിർമ്മിക്കുന്ന ഹൈടെക് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും പുതിയതായി നിർമ്മിച്ച ക്ലാസ് മുറികളുടെ ഉദ്ഘാടനവും നടന്നു. PK ബിജു MP ശിലാസ്ഥാപനവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ കെട്ടിട ഉദ്ഘാടനവും നിർവഹിച്ചു. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. 4 കോടിയോളം രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം പണിയുന്നത്. വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ബാബു, തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ LR മല്ലിക, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PP സുനിത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C വിജയലക്ഷ്മി, പ്രധാനാധ്യാപിക VB രതി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരി നഗരസഭാ സ്കൂളിൽ നടപ്പിലാക്കുന്ന സഹായ സ്കൂൾ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമായി ശില്പശാല നടത്തി. ജില്ലയിൽ ആദ്യമായി വടക്കാഞ്ചേരി നഗരസഭയാണ് സ്കൂൾ മാനേജ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കുന്നത്. നഗരസഭാ വൈസ് ചെയർമാൻ MR അനൂപ് കിഷോറിന്റെ അധ്യക്ഷതയിൽ നടന്ന ശില്പശാലയിൽ 20 സ്കൂളുകളിലെ അധ്യാപകർ പങ്കെടുത്തു. അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ മികവുത്സവം മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ സ്കൂളിനെയും ഉയർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ മന്ത്രി അനുമോദിച്ചു. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജയന്തി സുരേന്ദ്രൻ, പ്രധാന അധ്യാപിക സിനി M കുര്യാക്കോസ്, പ്രിൻസിപ്പൽ G ശ്രീലത എന്നിവർ സംസാരിച്ചു. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ ആദ്യ ഗഡു വിതരണോദ്ഘാടനം BD ദേവസി MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ശൈലജ ഗിരിജൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജു വാഴക്കാല, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി വിജയൻ എന്നിവർ സംസാരിച്ചു. ഒന്നാം ഘട്ടത്തിൽ 163 കുടുംബങ്ങൾക്കാണ് വീട് നൽകുന്നത്. കയ്പമംഗലം പഞ്ചായത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രഭാത ഭക്ഷണ വിതരണം ആരംഭിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം ചളിങ്ങാട് GM LP സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ഫൗസിയ ഷമീർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൂറുൽ ഹുദ, പഞ്ചായത്ത് സെക്രട്ടറി KP മുഹമ്മദ് റഫീഖ്, പ്രധാന അധ്യാപിക ഗിൽസ എന്നിവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ INTUCയുടെ ആഭിമുഖ്യത്തിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് AT ജോസ്, E ഉണ്ണികൃഷ്ണൻ, VA ദേവസി തുടങ്ങിയവർ സംസാരിച്ചു. DCC വൈസ് പ്രസിഡന്റ് TU ഉദയന്റെ നേതൃത്വത്തിൽ എടമുട്ടത്ത് നടത്തിയ വാഴ കൃഷി വിളവെടുത്തു. KU അരുണൻ MLA ഉദ്ഘാടനം ചെയ്തു.
DCC പ്രസിഡന്റ് TN പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA ആദ്യ വിൽപ്പന നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK തോമസ്, മനോജ് കല്ലുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ പ്രവർത്തക കൺവെൻഷൻ കൊടുങ്ങല്ലൂരിൽ നടന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം KV നഫീസ ഉദ്ഘാടനം ചെയ്തു. ഷീജ ബാബു അധ്യക്ഷത വഹിച്ചു. TC ഭാനുമതി, SM സുബൈദ്, CK ഗിരിജ എന്നിവർ സംസാരിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കവി സംഗമവും VG ജ്യോതിഷിന്റെ ഓർമ്മയുടെ നീളം എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും നടത്തി. കവി കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ KK സജിത് അധ്യക്ഷത വഹിച്ചു. കവി PN ഗോപികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. TK രമേശ് ബാബു, തങ്കരാജ് ആലപ്പുഴ, V മനോജ് എന്നിവർ സംസാരിച്ചു. ഇടവേള. വാർത്തയിലേക്ക്. അന്താരാഷ്ട്ര ഇസ്ലാമിക് സർവകലാശാല ലീഗ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദിർശ്ശേരി ഹക്കീം ഫൈസിയെ പുത്തൻചിറ MIC വാഫി കോളേജിൽ ആദരിച്ചു. ഇതോടനുബന്ധിച്ച് വാഫി ഓറിയന്റേഷൻ സംഗമവും നടന്നു. അബൂബക്കർ ഫൈസി ഞമ്മനേങ്ങാട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ അസീസ് ഹാജി അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ ഹക്കീം ഫൈസി, അഹമ്മദ് ഫൈസി കക്കാട് എന്നിവർ പ്രഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ സുഹൈൽ വാഫി, ഇസ്മായിൽ സുഹൈൽ വാഫി എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർഗീയ വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TK ശിവൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് PC അബാൽ മണി അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി VC സജീന്ദ്രൻ, TB അഭിലാഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നിരവധി കലാകാരന്മാർ വർഗീയതയ്ക്കെതിരെ തിരുവോരത്ത് ചിത്രം വരച്ച് പ്രതിഷേധിച്ചു. അയ്യന്തോളിൽ ഫ്ളാറ്റിലെ ലിഫ്റ്റിൽ യുവാവ് കുടുങ്ങി. അയ്യന്തോൾ കൈസൻ അപ്പാർട്ട്മെന്റിലെ താമസക്കാരനായ ശ്രീകാന്താണ് 3/4 മണിക്കൂറോളം കുടുങ്ങിയത്. ലിഫ്റ്റിൽ കുടുങ്ങിയ യുവാവ് തന്നെയാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. വരവൂർ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ മാട്രിമോണിയൽ ഓഫീസ് ആരംഭിച്ചു. ചേലക്കര MLA UR പ്രദീപ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് M വസന്തലാൽ, വൈസ് പ്രസിഡന്റ് PP സുനിത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C വിജയലക്ഷ്മി, യശോദാമണി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പാടൂർ ജുമാ മസ്ജിദ് പരിസരത്തു നിന്നും 8 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ നാട്ടുകാർ പിടികൂടി. വളപ്പിൽ ഖാലിദിന്റെ കോഴിക്കടയിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. കട തുറന്നപ്പോഴാണ് 3 കോഴികൾ ചത്തുകിടക്കുന്നതും മേൽക്കൂരയിൽ പാമ്പിനെയും കണ്ടത്. തുടർന്ന് നാട്ടുകാർ ചേർന്ന് മലമ്പാമ്പിനെ പിടികൂടുകയായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വനിതാ മൈക്രോ ഫിനാൻസ് സംഘങ്ങൾ രൂപീകരിച്ച് വായ്പ നൽകാമെന്ന് പറഞ്ഞ തട്ടിപ്പ് 2 പേർ അറസ്റ്റിൽ. ജില്ലയിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പുകളുടെ പേരിലായിരുന്നു തട്ടിപ്പ്. മുരുക്കുങ്ങൽ മുപ്പിളി റോഡിന്റെ ശനിദശയ്ക്ക് പരിഹാരമായില്ല. മലയോരത്തെ തോട്ടം തൊഴിലാളികളടക്കം ഒട്ടേറെ പേർ ആശ്രയിക്കുന്ന റോഡിന്റെ ദുരവസ്ഥയ്ക്ക് നേരെ അധികൃതർ കണ്ണടയ്ക്കുന്നതായി ആക്ഷേപം. കുന്നംകുളം നഗരസഭയിൽ കണ്ടീജന്റ് ജീവനക്കാരുടെ ശമ്പളം തടഞ്ഞുവെച്ചു. നഗരസഭാ സെക്രട്ടറിയുടെ നടപടിക്കെതിരെ പ്രതിപക്ഷം രംഗത്ത്. പെച്ചിലെ ചൂണ്ടൽ ചിറപ്പറമ്പ് തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിനെ കണ്ടെത്താനായില്ല. ഫയർഫോഴ്സും സ്കൂബ ടീമും ചൊവ്വാഴ്ചയും തിരച്ചിൽ തുടരും. പൂവത്തൂരിൽ പെട്രോൾ ബോംബെന്ന് സംശയിക്കുന്ന സാമഗ്രികൾ കണ്ടെത്തിയത് പരിഭ്രാന്തി പരത്തി. സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് BJP. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.